തിരുവനന്തപുരം നഗരത്തിൽ 19-കാരനെ കുത്തിക്കൊലപ്പെടുത്തി. രാജാജി നഗറിലെ അലൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ ഫുട്ബോൾ മത്സരത്തിലെ തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെന്ന് സംശയിക്കുന്ന സന്ദീപ് എന്നൊരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ കാപ്പ കേസ് പ്രതിയെന്നും സൂചനയുണ്ട്. മനീഷ് മഹിവാൽ തിരുവനന്തപുരം ചേരുന്നു. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് കേട്ടു. അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അക്ഷരാർത്ഥത്തിൽ ഈ നഗരത്തെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു. ഇന്ന് വൈകിട്ട് നഗരത്തിൽ വലിയ സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മോഡൽ സ്കൂളിൽ ഇന്നൊരു ഫുട്ബോൾ മത്സരം നടന്നു. അങ്ങനെ ഫുട്ബോൾ മത്സരത്തിൽ തോറ്റ ടീമിനെ കളിയാക്കിയതിനുണ്ടായ തർക്കം പിന്നീട് സ്കൂളിനകത്ത് വെച്ച് സംഘർഷം ഉണ്ടാകുന്നു. അത് സ്കൂളിന്റെ പുറത്തേക്ക്, മോഡൽ സ്കൂളിന്റെ പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു. അങ്ങനെ ഇന്ന് 4 മണിക്ക് ശേഷം പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 2 സ്ഥലങ്ങളിൽ നിന്നും മുതിർന്ന ആളുകൾ, ഈ സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള ആളുകളല്ല, മുതിർന്ന ആളുകൾ ഈ സ്ഥലത്ത് തൈക്കാട് പ്രദേശത്തെത്തി. അവിടെ എത്തിയ ഒന്ന് ജഗതി കോളനിയിലെ ആളുകളാണ്, മറ്റൊന്ന് രാജാജി നഗറിലെ ആളുകൾ. അങ്ങനെ രാജാജി നഗറിലെ ആളുകളും ജഗതി കോളനിയിലെ ആളുകളും തമ്മിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് തമ്മിലടിച്ചു. വിദ്യാർത്ഥികളും ഈ സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ 30ഓളം പേർ വരുന്ന സംഘർഷമാണ് തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഉണ്ടായിരുന്ന. നാട്ടുകാരൊക്കെ തന്നെ ഏറെ നേരം ഞെട്ടിരുന്നു. അങ്ങനെ മിനിറ്റുകളോളം ഈ സംഘർഷം ഉണ്ടായിരുന്നു. മിനിറ്റുകൾക്കിടയിൽ ഈ സംഘർഷം മാറി നിൽക്കുന്നപ്പോഴാണ് ഒരാൾ മാത്രം താഴെ വീഴുന്നത് കാണുന്നത്. കാരണം ഈ സംഘർഷത്തിനിടയിൽ വെച്ച് ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. ചെറിയൊരു മുറിവ് മാത്രം ഈ ഹൃദയഭാഗത്ത്, നെഞ്ചിന്റെ ഭാഗത്ത് കണ്ടു. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴത്തെ ഈ തലയിറങ്ങി വീണു എന്ന് മനസ്സിലാക്കി പിന്നീട് രക്തം വാർന്നപ്പോഴാണ് അലൻ എന്ന 19 വയസ്സുകാരൻ രാജാജി നഗറിൽ താമസിക്കുന്ന അലന്റെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് ആഴത്തിൽ, അതും ഒരു നേർത്ത കത്തി കൊണ്ട് ആഴത്തിൽ കുത്തിയ പാട് കാണുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അലന്റെ ജീവൻ നഷ്ടമായിരുന്നു. ഈ സംഘർഷത്തിൽ ജഗതി സ്വദേശികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്കൂൾ പരിസരത്ത് എത്തിയിരുന്നു. അങ്ങനെ ജഗതി സ്വദേശിയായിട്ടുള്ള ഒരാളാണ് കത്തികൊണ്ട് ഈ അലൻ എന്ന 19-കാരനെ കുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ കാപ്പ കേസിലടക്കം പ്രതിയായിട്ടുള്ള, കാപ്പ ലിസ്റ്റിലടക്കം ഉള്ള ഒരു സന്ദീപ് എന്ന ആളെ നിലവിൽ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അവിടെ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ 30 പേർ തമ്മിലുള്ള കൂട്ടയിടിയിൽ ആരാണ് കുത്തിയെന്നടക്കമുള്ള ഒരു ദൃക്സാക്ഷി മൊഴികളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നത്. ഇയാൾ തന്നെയാണ് കുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഈ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിക്കും, ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. ഇനി അലനെ സംബന്ധിച്ച് അലൻ 19 വയസ്സുകാരനാണ്. അലൻ നേരത്തെ മഹാരാഷ്ട്രയിൽ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് ചെയ്ത ശേഷം നിലവിൽ തിരുവനന്തപുരത്ത് 1-2 മാസമായി തിരുവനന്തപുരത്തുണ്ട്. 2 മാസങ്ങൾക്ക് ശേഷം വിദേശത്തേക്ക് ഈ ജോലിയുടെ ഭാഗമായി പോകാനിരിക്കുകയാണ് അലൻ. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ തങ്ങളുടെ വാർഡിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥതയുടെ ഭാഗമായി ഈ സംഘർഷ സ്ഥലത്തേക്ക് ചെല്ലുന്നതും അവിടെ വെച്ച് നിലവിൽ കുത്തേൽക്കുകയും ചെയ്തിട്ടുള്ള അലന് മാതാവ് മാത്രമാണുള്ളത്. അലന്റെ സഹോദരിയും അലന്റെ അച്ഛനും നേരത്തെ തന്നെ മരണപ്പെട്ടതാണ്. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത് അലനുള്ളത്. അലൻ അടുത്ത 2 മാസങ്ങൾക്ക് ശേഷം വിദേശത്ത് പോകാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതാണെങ്കിലും നഗരത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. മറ്റ് ഈ സംഘർഷത്തിന് ഭാഗപ്രതികൾക്കായി അരിച്ചു പെറുക്കുകയാണ്. എന്താണെങ്കിലും നഗരത്തെ ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ പൊലിഞ്ഞത് ഒരു 19-കാരന്റെ ജീവനാണ്. സ്കെയിൻ വല്ലാത്ത സംഭവമാണ് ഉണ്ടായത്. 19-കാരൻ ജീവൻ പൊലിഞ്ഞു, അതും ഫുട്ബോൾ. പലപ്പോഴും സൗഹൃദം കൂട്ടാനും ആളുകൾ തമ്മിലുള്ള ബന്ധം അരക്കെട്ട് ഉറപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഈ കാൽപന്ത് കളി കൊണ്ട് കൂടുതൽ നമുക്ക് ഒന്നിച്ചു ചേരാനും ഇഴുകിച്ചേരാനും സൗഹൃദം കൂട്ടാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അലൻ്റെ ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ജഗതി സ്വദേശികളായ ആളുകളാണ് കുത്തിയതെന്നാണ് പറയുന്നത്. ഒറ്റക്കുത്തിന് തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഒരു ചെറിയ കളിയുടെ പേരിൽ, ഒരു ഫുട്ബോൾ കളിയിലുണ്ടായ ചെറിയൊരു തർക്കത്തിൻ്റെ പേരിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കാൻ പോകുന്നത് എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. എന്തായാലും ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇത്തരമൊരു അപരാധം ചെയ്ത ആളുകളെ, ഒരാളെ പോലും രക്ഷപ്പെടാൻ പോലീസ് അനുവദിച്ചുകൂടാ. കാര്യം നമുക്ക് പ്രൈം ടൈം തുടങ്ങാൻ വരുമ്പോൾ തന്നെ ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ ബന്ധുക്കൾക്കൊക്കെ എന്തായിരിക്കും ഇന്നത്തെ രാത്രിയിലെ അവസ്ഥ? നമുക്കത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.